നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 11 സെറ്റ് കാവടികൾ നിറഞ്ഞാടിയ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ കാവടി ആഘോഷം വർണ്ണാഭം. തൃപ്പയാർ ശ്രീരാമ പോളിടെക്നിക്കിൽ നടന്ന സംഘടനത്തിൽ ബധിര വിദ്യാർത്ഥിക്ക് പരിക്ക്. സമ്പൂർണ്ണ ക്ഷേമ പെൻഷൻ പഞ്ചായത്തായി ചാടൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. സമ്പൂർണ്ണ ക്ഷേമ പെൻഷൻ പഞ്ചായത്തായി ചാടൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു. ചാടൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രഖ്യാപന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ വൈകിയത്. അത് എല്ലാവരും ചോദിക്കുകയാണ്. അതേപോലെ നമുക്ക് കടന്നുപോയതുകൊണ്ടാവുന്ന ഒരു പക്ഷേ നാം കേരളത്തിന്റെ സാംസ്കാരിക തലത്തിൽ ഉയർന്ന തലങ്ങളാണ് ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി ആ വിടവുനിന്ന് നമുക്ക് എല്ലാവരും വന്നില്ല. അതായത് ശുദ്ധയ്ക്ക് പോലും ബാധ്യതയ്ക്കും സംരക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇന്ന് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള ഞങ്ങളുടെ തലമുറയ്ക്ക് പോലും അത്തരം ഒരു ചുമതലയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അത്രയേറെ നിദാനത്തെ ഉണർത്തി മലയാളത്തിന്റെ ഏത് സാംസ്കാരിക രംഗങ്ങളിൽ വാക്കുകളാണ് സംസാരിക്കാനും വാക്കുകൾക്ക് സംസാരിച്ചു കൊണ്ടിരിപ്പോൾ വാക്കുകൾ തീപിടിക്കുന്നതും അദ്ദേഹം പോലും അറിയാതെ പോകുന്ന സമയങ്ങൾ മലയാളം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അനുസ്മരിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ വലിയ ഭാരവാഹികളിൽ മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിർബന്ധമായി പങ്കെടുക്കുന്നതുകൊണ്ടാണ് വരാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദീർഘിച്ചു പോകുന്നില്ല. ഇത് പദ്ധതി ആസൂത്രണ ഗ്രാമസഭയും അതുപോലെ ചാടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NG ജയരാജ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദാക്ഷൻ, ഒറ്റാലി സുരേഷ്, PR പ്രജിത്ത്, രാജൻ പൊലിയടത്ത്, നസീമ സേതു, മേരി ലോനപ്പൻ, രാജീവ് കണ്ണംകുളത്തി, നന്ദിനി രാമചന്ദ്രൻ, യമുന ശ്രീവത്സൻ, സുജ പുഷ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. കരിക്കൊടി കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച KV അബ്ദുൽ ഖാദർ MLA നിർവഹിക്കും. കരിക്കൊടി കയർ വ്യവസായ സംഘത്തിന്റെ പ്രവർത്തനം ജനകീയമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി നവീകരിച്ച ഓഫീസിന്റെയും കയർ പരിശീലന കേന്ദ്രത്തിന്റെയും ഗോഡൌൺ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് KV അബ്ദുൽ ഖാദർ MLA നിർവഹിക്കും. 13 വർഷമായി പ്രവർത്തനം നിലച്ച സംഘമാണ് പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പുതിയ ഉണർവുമായി വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. കയർ ഉൽപാദന രീതിയിൽ ജില്ലയിൽ ആദ്യമായി ഇലക്ട്രോണിക് റാട്ട ഉപയോഗിച്ചാണ് കയർ ഉൽപാദനം നടത്തുക. 10 റാട്ടകൾ ഇതിനായി ഉപയോഗിക്കും. കുടിൽ വ്യവസായം എന്ന നിലയിൽ ഈ വ്യവസായത്തെ ജനകീയമാക്കി മാറ്റുമെന്നും അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാബു കല്ലിങ്ങൽ, AV ശ്രീവത്സൻ, അനിരുദ്ധൻ, AK അഭിലാഷ് എന്നിവർ പറഞ്ഞു. കുറച്ച് പേര് കാര്യങ്ങളായിട്ട് 2007 പോയത് അത് 2007 തുടങ്ങി 2014 പൂർത്തീകരിച്ചിട്ടുണ്ട്. 2014 ശനിയാഴ്ച നാളെ 2 മണിക്ക് അത് ഉദ്ഘാടനം ചെയ്യാം. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിൽ കാവടി ആഘോഷം നടന്നു.
ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ 93ാമത് കാവടി ആഘോഷം വർണ്ണാഭമായി. വർണ്ണപ്പീലി കാവടികൾ നിറഞ്ഞാടിയ ക്ഷേത്രസന്നിധിയിൽ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ആയിരങ്ങളാണ് എത്തിയത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 11 കരകളിൽ നിന്ന് ഉച്ചയോടെ കാവടി സംഘങ്ങൾ പുറപ്പെട്ടു. വൈകിട്ട് 3 മണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തിയ കാവടി സംഘങ്ങൾ വൈകിട്ട് 6 മണിവരെ ക്ഷേത്രവളപ്പിൽ നിറഞ്ഞാടുകയും അഭിഷേകം നടത്തി പിരിയുകയും ചെയ്തു. ചെർപ്പ് CIC സുന്ദരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കാരമുക്ക് ഗുപ്ത സമാജം പ്രസിഡന്റ് സുരേഷ് ബാബു വന്നേരി, സെക്രട്ടറി KV രാജീവ്, വേലായുധൻ, TV സുഗതൻ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി സുജിത്ത് കാവടി അഭിഷേക ചടങ്ങുകൾക്ക് കാർമ്മിക പഴുവിൽ ശ്രീഗോകുലം സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികളുടെ 2ാം ദിവസമായ വ്യാഴാഴ്ച രാത്രി കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചിന്തയും വെളിയുവാൻ മഹാവചനമോദിനി സജ്ജനങ്ങളാ സംഗമാഹിനും നിർജ്ജനങ്ങളാലേഖനാകിലും നിത്യജീവി കുട്ടികളുടെ ഫാഷൻ ഷോയും ഒപ്പനയും ഭരതനാട്യവും കുച്ചിപ്പുടിയും പ്രച്ഛന്ന വേഷവുമെല്ലാം സദസ്യരെ പിടിച്ചിരുത്താൻ പോകുന്നവ ആയിരുന്നു. ഇടവേള.